നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കാം. അതിവേഗം. വഖഫ് സ്വത്ത് പിടിച്ചെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന് തിരിച്ചടി. വഖഫ് സ്വത്തിൽ തൽസ്ഥിതി തുടരണമെന്ന് സുപ്രീം കോടതി. വഖഫ് ബോർഡിൽ നിയമനം പാടില്ലെന്ന് സുപ്രീം കോടതി. കേന്ദ്രത്തിന് മറുപടി നൽകാൻ 7 ദിവസം സമയം അനുവദിച്ചു. സുപ്രീം കോടതിക്കെതിരെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ബില്ലുകളിൽ രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ ഉപരാഷ്ട്രപതി. വഖഫ് കേസിൽ സുപ്രീം കോടതി ഉത്തരവ് സ്വാഗതാർഹമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വിധി കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്നും അന്തിമ വിധി അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ. സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് നിലവിലെ സുപ്രീം കോടതി ഉത്തരവെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വഖഫ് ഭേദഗതി നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് ജോസ് കെ മാണി. ഈ വിഷയത്തിൽ കേരള കോൺഗ്രസിന് അന്നും ഇന്നും ഒരേ നിലപാടാണെന്നും ജോസ് കെ മാണി. സുപ്രീം കോടതി നിലപാട് കേന്ദ്രത്തിന് തിരിച്ചടിയെന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഫലത്തിൽ നിയമം സ്റ്റേ ചെയ്യുന്നതിന് തുല്യമാണെന്നും അരുൺകുമാർ പറഞ്ഞു. സുപ്രീം കോടതിയുടെ ഇടക്കാല വിധി കേന്ദ്ര സർക്കാരിനേറ്റ അടിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വഖഫ് നിയമത്തിന്റെ മറവിൽ മുസ്ലിം ക്രിസ്ത്യൻ വൈരാഗ്യം വളർത്താനുള്ള നീക്കമാണ് BJP നടത്തുന്നതെന്നും പക്ഷേ അത് പരാജയപ്പെട്ടെന്നും ബിനോയ് വിശ്വം. മുനമ്പത്ത് സഭാ നേതൃത്വത്തെ പോലും കേന്ദ്ര സർക്കാർ കബളിപ്പിച്ചു എന്ന് KC വേണുഗോപാൽ. പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് 1 ദിവസം കൊണ്ട് സ്റ്റേ ചെയ്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും KC വേണുഗോപാൽ. വഖഫ് കേസിൽ സുപ്രീം കോടതി നടപടി പ്രത്യാശ പകരുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കോടതി നിർദ്ദേശങ്ങളിൽ പോസിറ്റീവായ പലതുണ്ടെന്നും അവസാന ഉത്തരവ് വരെ കാത്തിരിക്കാമെന്നും PK കുഞ്ഞാലിക്കുട്ടി. വഖഫ് ഭേദഗതി നിയമത്തിൽ സുപ്രീം കോടതി വിധി ആശ്വാസകരമെന്ന് MK മുനീർ. മുനമ്പം പ്രശ്നം ഒരുമിച്ച് നിന്ന് പരിഹരിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ. മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനാണ് KCBC വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ചതെന്നും ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ. കണ്ണൂർ മുൻ AD നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. സംസ്ഥാനത്തെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഭാര്യ മഞ്ജുഷയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നേരത്തെ മഞ്ജുഷയുടെ ഹർജി ഹൈക്കോടതിയും തള്ളിയിരുന്നു. എല്ലാ കേസിലും CBI അന്വേഷണം ആവശ്യമില്ല എന്ന സുപ്രീം കോടതിയുടെ നിലപാട് ശരിയാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് സുപ്രീം കോടതി നടപടിയെന്നും TP രാമകൃഷ്ണൻ. സിനിമാ സെറ്റിൽ വെച്ച് നടൻ മോശമായി പെരുമാറിയെന്ന വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ പോലീസും എക്സൈസും അന്വേഷണം ആരംഭിച്ചു. ആരോപണ വിധേയനായ നടൻ ഷൈം ടോം ചാക്കോയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഇതിനിടെ നടിയുടെ പരാതി അന്വേഷിക്കാൻ താരസംഘടനയായ അമ്മ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ ഗുരുതരമെന്ന് മന്ത്രി MB രാജേഷ്. മോശമായി പെരുമാറിയത് പോലീസ് അന്വേഷിക്കും. സിനിമാ സെറ്റുകളിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സ്ത്രീകൾ പരാതി നൽകുന്നത് അഭിനന്ദനാർഹമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. നിലവിൽ വിൻസി അലോഷ്യസിന്റെ പരാതി ലഭിച്ചിട്ടില്ല. ലഭിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നും സതീദേവി.
പോലീസ് പരിശോധനയ്ക്കെത്തുന്ന വിവരം അറിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടി നടൻ ഷൈൻ ടോം ചാക്കോ. എറണാകുളം നോർത്തിലുള്ള ഹോട്ടലിലെ 3-ാം നിലയിൽ നിന്നാണ് ഷൈൻ ഇറങ്ങിയോടിയത്. താമസിച്ചിരുന്ന മുറിയുടെ ജനാല വഴി 2-ാം നിലയിലേക്ക് ചാടിയ നടൻ പിന്നീട് സ്റ്റെയർ കേസ് വഴി പുറത്തേക്കോടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ലഹരി ഉപയോഗത്തിൽ നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവ് ശ്രീനാഥ് ഭാസി നിരന്തരം ലഹരി ആവശ്യപ്പെട്ടു. നമുക്ക് കോടതിയിൽ കാണാം. സിനിമയുടെ ലൊക്കേഷനിലാണ് സംഭവം. ശ്രീനാഥ് ഭാസി പുലർച്ചെ ഫോണിൽ വിളിച്ച് കഞ്ചാവ് ആവശ്യപ്പെട്ടുവെന്നും നിർമ്മാതാവ് ഹസീബ് മലബാർ. കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരി വിരുദ്ധ സമിതി പ്രവർത്തകനു നേരെ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണത്തിൽ കട്ടിപ്പാറ സ്വദേശി മുഹമ്മദിന് പരിക്കേറ്റു. സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. തിരുവല്ലയിൽ CPM പ്രവർത്തകനു നേരെ ലഹരി മാഫിയയുടെ ആക്രമണം. കോട്ടാലിൽ ബ്രാഞ്ച് അംഗം CC സജിമോൻ നേരെയാണ് ആക്രമണമുണ്ടായത്. വൈകിട്ട് 5 മണിക്ക് 4-അംഗ സംഘമാണ് ആക്രമിച്ചത്. സജിമോനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോൺഗ്രസ് ഇതര പാർട്ടികൾക്കെതിരെയുള്ള ED അന്വേഷണത്തിനൊപ്പമാണ് കോൺഗ്രസ് നിൽക്കുന്നതെന്ന് മന്ത്രി P. രാജി. ഈ ഇരട്ടത്താപ്പ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള യോജിച്ച പ്രക്ഷോഭങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും കേരളത്തിന്റെ BJPയുടെ B ടീമിന്റെ പ്രഖ്യാപനം പോലെയാണ് KC വേണുഗോപാലിന്റെ പ്രതികരണമെന്നും P. രാജി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷനിംഗ് നിർവഹിക്കും. സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിപ്പ് ലഭിച്ചു. പത്തനംതിട്ട ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കോടതി ഉത്തരവ് ലംഘിച്ച് RSS ശാഖാ പ്രവർത്തനവും കൊടിതോരണങ്ങളും കെട്ടാൻ ക്ഷേത്ര ഉപദേശക സമിതി സഹായിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കൊല്ലം പൂരത്തിൽ RSS സ്ഥാപകന്റെ ചിത്രം ഉയർത്തിയ സംഭവത്തിൽ ദേവസ്വം റിപ്പോർട്ട് പുറത്തുവന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ ക്ഷേത്ര ഉപദേശക സമിതിക്കോ ഇതിൽ യാതൊരു പങ്കുമില്ല. ചിത്രം ഉയർത്തിയത് സ്വകാര്യ വ്യക്തികളെന്ന് റിപ്പോർട്ട്. ഡിവൈഎഫ്ഐയെ പ്രകീർത്തിച്ച് ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ. ലഹരി വിപത്തിനിടയിലും സാമൂഹ്യ സേവനം ലഹരിയാക്കുന്ന യുവാക്കൾ മാതൃകയാണ്. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം ഇത്തരത്തിലുള്ള മാതൃകാ പ്രവർത്തനമാണെന്നും കാത്തോലിക്ക ബാവ. കൊച്ചിയിൽ ഉപേക്ഷിച്ചുപോയ സ്വന്തം കുഞ്ഞിനെ തിരികെ ഏറ്റെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ. കുഞ്ഞിനെ അച്ഛനും അമ്മയും വീഡിയോ കോളിലൂടെ കണ്ടു. നിലവിൽ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണ് കുഞ്ഞ്. പത്തനംതിട്ടയിൽ കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്കായി പോയ പെൺകുട്ടി മരിച്ചു. വടക്കഞ്ചേരി സ്വദേശികളായ മനോജ് മായ ദമ്പതികളുടെ മകൾ ദേവികയാണ് മരിച്ചത്. കുട്ടിയുടെ വീട്ടുകാരും പ്രദേശത്തുള്ളവരുമായി തമിഴ്നാട്ടിലേക്ക് വിനോദയാത്ര പോയതായിരുന്നു. ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് തമിഴ്നാട് നാഗപട്ടണത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആംബുലൻസ് ഡ്രൈവറെ കാർ യാത്രക്കാരൻ മർദ്ദിച്ചതായി പരാതി. വയനാട് മെഡിക്കൽ കോളേജ് ആംബുലൻസ് ഡ്രൈവർ രഞ്ജിത്തിനെയാണ് വൈത്തിരിയിൽ വെച്ച് വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയെ കൊണ്ടുപോയി തിരികെ വരികയാണ് മർദ്ദനം. വയനാട് കണിയാമ്പറ്റിയിൽ തെരുവു നായകൾ വിദ്യാർത്ഥികളെ ആക്രമിച്ചു. ഗുരുതര പരിക്കുകളോടെ 12 വയസ്സുകാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദ്രസ പഠനത്തിന് പോവുകയായിരുന്ന വിദ്യാർത്ഥിനികളെ 16ഓളം തെരുവു നായകൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു. ലഹരിക്കെതിരെ വയനാട് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യമുയർത്തി
ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് പോരാളികളായി സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചത്. കോട്ടയം നീർക്കാട് അഭിഭാഷകയായ ജിസ്മോളും മക്കളും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി യുവതിയുടെ പിതാവ്. ഭർത്താവിന്റെ വീട്ടിൽ ജിസ്മോൾ നേരിട്ടത് കൊടിയ പീഡനം. ഭർത്താവ് പലപ്പോഴും ജിസ്മോളെ മർദ്ദിച്ചിരുന്നതായും പിതാവ് തോമസ്. തിരുവനന്തപുരത്ത് വീട്ടിൽ കഞ്ചാവ് കൃഷി നടത്തിയതിനെ തുടർന്ന് അക്കൗണ്ടന്റ് ജനറൽ ഓഫീസ് ഉദ്യോഗസ്ഥൻ പിടിയിൽ. രാജസ്ഥാൻ സ്വദേശി ജിതിനാണ് പിടിയിലായത്. വാടക വീടിന്റെ ടെറസിലായിരുന്നു കൃഷി നടത്തിയത്. ഹാർവാർഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളെ വിലക്കാൻ ട്രംപ് ഭരണകൂടം. വൈറ്റ് ഹൌസ് ലക്ഷ്യം വെക്കുന്ന പുതിയ നയമാറ്റങ്ങൾ അംഗീകരിക്കാൻ വിസമ്മതിച്ചതിനു പിന്നാലെയാണ് ഭീഷണി. കടുത്ത നിയന്ത്രണങ്ങളാണ് സർവകലാശാലയ്ക്കു നേരെ തുടരുന്നത്. ഗസയിലെ ഇസ്രയേൽ വംശഹത്യയെക്കുറിച്ചുള്ള BBC വാർത്തകൾക്കെതിരെ BBC ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചവർക്കു നേരെ ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസിന്റെ അതിക്രമം. പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച് പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പവൻ കല്യാണിന്റെ ബിഗ് ബജറ്റ് പ്രോജക്ട് ഹരവീര മല്ലുവിന്റെ റിലീസ് വീണ്ടും മാറ്റിവെച്ചതായി റിപ്പോർട്ട്. 5 വർഷത്തിലേറെയായി ചിത്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇന്ദ്രജിത് സുകുമാരൻ പോലീസ് വേഷത്തിലെത്തുന്ന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ധീരത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്ത്. നവാഗതനായ ജിതിൻ ടി സുരേഷാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഉണ്ണി മുകുന്ദൻ നായകനായി വന്ന ചിത്രം ഗെറ്റ് സെറ്റ് ബേബി OTTയിലേക്ക്. മനോരമ മാക്സിലൂടെയാണ് ചിത്രം OTTയിലേക്ക് വൈകാതെ എത്തുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.